ഹലോ വെൽക്കം ടു ബി ഫോർ യു. ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാള സിനിമ എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം PJ ആൻ്റണി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ വർഷം 1973. PJ ആൻ്റണി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ വർഷം 1973. ഇനി പിറവി എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ഷാജി N കരുൺ. പിറവി എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ഷാജി N കരുൺ. ഇനി അന്യഭാഷാ ചിത്രത്തിലെ അഭിനയത്തിനും മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ മലയാളി മമ്മൂട്ടി. അന്യഭാഷാ ചിത്രത്തിലെ അഭിനയത്തിനും മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ മലയാളി മമ്മൂട്ടി. ഇനി മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടിയ വർഷങ്ങൾ 1989, 1993, 1998. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടിയ വർഷങ്ങൾ 1989, 1993, 1998. ഇനി മികച്ച നടനുള്ള ദേശീയ അവാർഡ് 2010 സലീം കുമാറിനൊപ്പം പങ്കിട്ടതാര്? ധനുഷ്. ഇനി മികച്ച നടനുള്ള ദേശീയ അവാർഡ് സുരാജ് വെഞ്ഞാറമൂടിനൊപ്പം പങ്കിട്ടതാര്? രാജ്കുമാർ റാവു. ഇനി മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ പുലിജന്മം സംവിധാനം ചെയ്തതാര്? പ്രിയാനന്ദനൻ. മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ പുലിജന്മം സംവിധാനം ചെയ്തതാരാണ്? പ്രിയാനന്ദനൻ. ഇനി ഏത് അന്യഭാഷാ ചിത്രത്തിലെ അഭിനയമാണ് മമ്മൂട്ടിയെ മികച്ച നടനുള്ള ദേശീയ അവാർഡിന് അർഹനാക്കിയത്? ഉത്തരം എന്താണ്? ബാബാ സാഹേബ് അംബേദ്കർ. ഏത് അന്യഭാഷാ ചിത്രത്തിലെ അഭിനയമാണ് മമ്മൂട്ടിയെ മികച്ച നടനുള്ള ദേശീയ അവാർഡിന് അർഹനാക്കിയത്? ബാബാ സാഹേബ് അംബേദ്കർ. ഇനി മോഹൻലാലിന് ദേശീയ അവാർഡ് കിട്ടിയ വർഷങ്ങൾ 1991, 1999. മോഹൻലാലിന് ദേശീയ അവാർഡ് കിട്ടിയ വർഷങ്ങൾ ഏതൊക്കെയാണ്? 1991, 1999. ഇനി ദേശീയ ചലച്ചിത്ര അവാർഡിന് 1989 ONV കുറുപ്പിനെ അർഹനാക്കിയ സിനിമ വൈശാലിയാണ് കേട്ടോ. ദേശീയ ചലച്ചിത്ര അവാർഡിന് 1989 ONV കുറുപ്പിനെ അർഹനാക്കിയ സിനിമ വൈശാലി. ഇനി സാമൂഹിക പ്രസക്തിയുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് 1968 മലയാളത്തിൽ നിന്ന് ആദ്യമായി നേടിയ ഇരുട്ടിൻ്റെ ആത്മാവ് സംവിധാനം ചെയ്തത് ആരാണ്? P. ഭാസ്കരൻ. സാമൂഹിക പ്രസക്തിയുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് 1968 മലയാളത്തിൽ നിന്ന് ആദ്യമായി നേടിയ ഇരുട്ടിൻ്റെ ആത്മാവ് സംവിധാനം ചെയ്തത് ആരാണ്? P. ഭാസ്കരൻ. ഇനി മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡിന് രാജീവ് നാഥിനെ അർഹനാക്കിയ ചിത്രം ജനനി. വർഷം ഏതാണ്? 1998 കേട്ടോ. മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡിന് രാജീവ് നാഥിനെ അർഹനാക്കിയ ചിത്രം ജനനി. ഇനി നവാഗത ചലച്ചിത്ര സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് മലയാളത്തിൽ നിന്ന് 1990 ആദ്യമായി നേടിയത് അജയൻ. ചിത്രം ഏതാണ്? പെരുന്തച്ചൻ. നവാഗത ചലച്ചിത്ര സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് മലയാളത്തിൽ നിന്ന് 1990 ആദ്യമായി നേടിയത് അജയൻ. ചിത്രം ഏതാണ്? പെരുന്തച്ചൻ. ഇനി മികച്ച ബാലനടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി മാസ്റ്റർ അരവിന്ദ്. മികച്ച ബാലനടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി മാസ്റ്റർ അരവിന്ദ്. ഇനി മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് 2000 നേടിയ ശാന്തം സംവിധാനം ചെയ്തത് ആരാണ്? ജയരാജ്. മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് 2000
നേടിയ ശാന്തം സംവിധാനം ചെയ്തത് ആരാണ്? ജയരാജ്. ഇനി നിർമാല്യം എന്ന സിനിമയിൽ ഏത് കഥാപാത്രത്തിൻ്റെ അവതരണത്തിനാണ് PJ ആൻ്റണി മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയത്? ആൻസർ എന്താണ്? വെളിച്ചപ്പാട് കേട്ടോ. നിർമാല്യം എന്ന സിനിമയിൽ ഏത് കഥാപാത്രത്തിൻ്റെ അവതരണത്തിനാണ് PJ ആൻ്റണി മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയത്? വെളിച്ചപ്പാട്. ഇനി മലയാള സിനിമയിൽ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയത് S. ജാനകിയാണ്. മലയാള സിനിമയിൽ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയത് S. ജാനകി 1980 ഓപ്പോൾ എന്ന ഫിലിമിലൂടെ കേട്ടോ. ഇനി മികച്ച നൃത്ത സംവിധാനത്തിനുള്ള ദേശീയ അവാർഡിന് മലയാളത്തിൽ നിന്ന് ആദ്യമായി നേടിയത് വൃന്ദ. ചിത്രം ഏതാണ്? ദയ. മികച്ച നൃത്ത സംവിധാനത്തിനുള്ള ദേശീയ അവാർഡ് മലയാളത്തിൽ നിന്ന് ആദ്യമായി നേടിയത് വൃന്ദ. എന്താണ്? ചിത്രം ദയ. ഇനി മികച്ച ശബ്ദലേഖകനുള്ള ദേശീയ അവാർഡിന് മലയാളത്തിൽ നിന്ന് ആദ്യമായി അർഹനായത് P. ദേവദാസ്. ചിത്രം എരിപ്പത്തായം. മികച്ച ശബ്ദലേഖകനുള്ള ദേശീയ അവാർഡിന് മലയാളത്തിൽ നിന്ന് ആദ്യമായി അർഹനായത് P. ദേവദാസ്. ചിത്രം എലിപ്പത്തായം. ഇനി മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി യേശുദാസ്. വർഷം 1972. മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി യേശുദാസ് 1972. ഇനി മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ രണ്ടാമത്തെ മലയാള സിനിമ ഏതാണ്? സ്വയംവരം 1972. മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ രണ്ടാമത്തെ മലയാള സിനിമ സ്വയംവരം 1972. ഇനി ഏത് ചിത്രമാണ് പട്ടണം റഷീദിനെ 2007 മികച്ച ചമയത്തിനുള്ള ദേശീയ അവാർഡിന് അർഹനാക്കിയത്? ആൻസർ എന്താണ്? പരദേശി. ഏത് ചിത്രമാണ് പട്ടണം റഷീദിനെ 2007 മികച്ച ചമയത്തിനുള്ള ദേശീയ അവാർഡിന് അർഹനാക്കിയത്? പരദേശി. ഇനി ഏത് ചിത്രമാണ് S. ജാനകിക്ക് ആദ്യമായി മലയാളത്തിൽ നിന്ന് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്തത്? ഓപ്പോൾ. ഇനി ഷാജി N. കരുൺ സംവിധാനം ചെയ്ത വാനപ്രസ്ഥം എന്ന സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ച പ്രശസ്ത സംഗീതജ്ഞൻ ആരാണ്? സക്കീർ ഹുസൈൻ. ഷാജി N. കരുൺ സംവിധാനം ചെയ്ത വാനപ്രസ്ഥം എന്ന സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ച പ്രശസ്ത സംഗീതജ്ഞൻ സക്കീർ ഹുസൈൻ. ഇനി പൊന്തൻ മാട എന്ന ചിത്രത്തിലൂടെ മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് 1993 നേടിയത് ആരാണ്? TV ചന്ദ്രൻ. പൊന്തൻ മാട എന്ന ചിത്രത്തിലൂടെ മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് 1993 നേടിയത് ആരാണ്? TV ചന്ദ്രൻ.